വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റിയ സിനിമ പറയാൻ പറഞ്ഞ ഏത് പറയും? നമ്മുടെ സേതി ന്യൂസ് പറയും. തമിഴിലാണെങ്കിൽ മറ്റേ പടം പറയും, നമ്മൾ റീസെന്റ് കണ്ടിട്ടുണ്ടല്ലോ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഡിപ്രഷൻ മാറ്റി ഹോപ്പിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാക്കണമെങ്കിൽ കാസ്റ്റവേ കാണാം. ടോം ഹാങ്ക്സിന്റെ ഭയങ്കര ഒരു ഹോപ്പ് വരുന്ന സിനിമയാണ് അത്. അതിന്റെ തീം എന്താണ്? ഒരു ഐലൻഡിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ വർഷങ്ങളായിട്ട് അവിടെ കഴിയുന്നു, എന്തെങ്കിലും രക്ഷപ്പെടുമെന്ന ഹോപ്പായിട്ട് ലാസ്റ്റ് രക്ഷപ്പെടുന്നു. അതാണ് സിനിമയുടെ തീം. കാസ്റ്റവേ ഉണ്ട്, പിന്നെ ഗ്രീൻ മൈൽ ഉണ്ട്. പക്ഷെ ഗ്രീൻ മൈലെ കരയും കേട്ടോ, അതാണ് പ്രശ്നം. കരയുന്ന ഒരാളെ പിന്നെ നമ്മൾ കരയിപ്പിക്കേണ്ട കാര്യം അതൊരു പാരാബോളയാണ്, അതൊന്നും പറഞ്ഞ കാര്യമില്ല. അതായത് ഡിപ്രഷൻ മാറണമെങ്കിൽ കന്നഡ സിനിമ കാണാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. നമുക്ക് വേണ്ട ഹോപ്പാണ്. എന്തുകൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത്? ഹോപ്പ് ഇല്ലാത്തതുകൊണ്ട്. ഹോപ്പ് ഉണ്ടാകുന്ന ഏത് സിനിമ കണ്ടാലും ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല ലൈഫിൽ. അതിലിപ്പോ ആ സിനിമയുടെ തീം, മെയിൻ കോർ തീം, ഇപ്പോ ആ ഒരു ചെറിയൊരു ഇമോഷണൽ എൻഡി കൂടെ പോയാലും കുഴപ്പമില്ല. മൂവി കണ്ടിറങ്ങിയപ്പം സോഷ്യൽ കണക്ഷൻ, ഇതിനൊക്കെ ഹോപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഹോപ്പാണ് ഡിപ്രഷന്റെ ഏറ്റവും ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം. അപ്പൊ ഹോപ്പുള്ള സിനിമ കാണുകയാണെങ്കിൽ കുറെയൊക്കെ ഡിപ്രഷൻ മാറുമെന്ന് തോന്നുന്നു, അറിയില്ല. ഇതൊക്കെ എന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ.